ഗുരു മുനിനാരായണ പ്രസാദ് വൈകാൻ അല്പം വൈകിയേക്കും, പക്ഷേ സമ്മേളനം തുടങ്ങണം എന്ന് ഗുരു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമ്മേളനം ആരംഭിക്കുകയാണ്. ഇത് ആങ്കർ ചെയ്യാൻ വേണ്ടി ശ്രേയ ഇതിലുള്ളത് ആങ്കർ ചെയ്ത് സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ജാതി, മതം, ദേശം, വർഗം, ലിംഗം മുതലായ വേർതിരിവൊന്നുമില്ലാതെ നാരായണ ഗുരുവിന്റെ ജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് പകർന്നു നൽകാനായി നടരാജഗുരു സ്ഥാപിച്ചതാണ് നാരായണ ഗുരുകുലം. നടരാജഗുരുവിന്റെ 54ാമത് സമാധി ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗുരുസ്മരണയോടെ സമ്മേളനം ആരംഭിക്കാം. ദേവശ്രീ GS, ദർശന SR, ദക്ഷിണ K ബാബു എന്നിവരെ ഗുരുസ്മരണയ്ക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നത് സ്വാമി മന്ത്രചൈതന്യയാണ്. നാരായണ ഗുരുകുലം പരമ്പരയിലെ സന്യാസിയായി സ്വാമിജി കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഫിജിയിലെ നാരായണ ഗുരുകുലത്തിന്റെ ചുമതല വഹിക്കുന്നു. സ്വാമി മന്ത്രചൈതന്യയെ സ്വാഗതം ആശംസിക്കാനായി വിനീതമായി ക്ഷണിക്കുന്നു. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, സഹോദര സന്യാസശ്രേഷ്ഠന്മാരെ, പ്രിയമുള്ളവരെ, നടരാജഗുരുവിൻ്റെ
സ്മരണയുണർത്തുന്നതിന് വേണ്ടി നാം ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. നാം നടരാജ ഗുരുവിനെ സ്മരിക്കുമ്പോൾ നാരായണ ഗുരുവിനെയും സ്മരിക്കും. നാരായണ ഗുരു ഇല്ലെങ്കിൽ നടരാജ ഗുരുവും ഇല്ല. നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെയും ഗുരുവിൻ്റെ ദർശനത്തെയും ലോകമെമ്പാടും അറിയിക്കുവാൻ അർപ്പിച്ച ജീവിതമായിരുന്നു നടരാജ ഗുരുവിൻ്റേത്. ഇന്ന് നാം നോക്കുമ്പോൾ നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒട്ടനവധി സംഘടനകളും സംരംഭങ്ങളും എഴുത്തുകാരും പ്രചാരകരും വളരെയേറെ ഉണ്ട്. ഒട്ടനവധി എന്ന് പറഞ്ഞാൽ വളരെയേറെയുണ്ട്. അവരെല്ലാം അവരുടെ ദൗത്യം നിർവഹിക്കുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, നാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ ജീവിത സന്ദേശം വളച്ചൊടിക്കുകയോ സ്വന്തം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്ന വളരെ ഹീനമായ ഒരു സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട്. ഈ സംസ്കാരം, ഈ ഒരു രീതി നാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ തുടങ്ങിയതാണ്. അത് ഗുരുവിന് അന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിഷേധകമായിട്ടുള്ള നിലപാടിനെ തിരുത്തുവാൻ ഗുരു തന്നെ തൻ്റെ വാക്കുകളിലൂടെയും അക്ഷരങ്ങളിലൂടെയും പ്രതികരിച്ചിരുന്നു. തൻ്റെ തനിയായ സ്വരൂപവും സന്ദേശവും എന്ത് എന്ന് ഗുരു വെളിപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ ദീർഘമായ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അന്ന് ഉണ്ടായിരുന്ന അതേ നിഷേധകമായിട്ടുള്ള ആ സംസ്കാരം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. നാരായണ ഗുരുവിന് അന്ന് ബോധ്യമായ ഈ കാര്യം അന്ന് നടരാജനോട്, ഗുരുവിൻ്റെ വത്സല ശിഷ്യനായിരുന്ന നടരാജനോട് നേരിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്, സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാരായണ ഗുരു നടരാജനോട് പറഞ്ഞു, തമ്പി നീ ദൂരെ പോകണം. ദൂരെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന സങ്കുചിതമായ ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്നും ദൂരെ പോകണം. അതായിരുന്നു ഉദ്ദേശം. നാരായണ ഗുരുവിന് നന്നായി അറിയാമായിരുന്നു ഗുരുവിൻ്റെ ദർശനം ഈ കേരളത്തിൽ പൂർണ്ണമാകാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് നടരാജ ഗുരുവിനെ തൻ്റെ തന്നെ കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്ത് വിദേശത്തേക്ക് അയച്ചത്. അങ്ങനെ വിദേശത്ത് പോയ നടരാജൻ ഗുരുവിൻ്റെ തന്നെ വാക്കുകൾ മനനം ചെയ്ത് അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി പഠിപ്പിച്ചും ബിരുദം നേടി ലോകസഞ്ചാരം നടത്തി തിരികെ വന്നപ്പോൾ തൻ്റെ ഗുരു തനിക്ക് വെളിപ്പെടുത്തി തന്നതായ ആ മഹാമഹസിൽ മാമുക്തമായി കഴിഞ്ഞിരുന്നു.
പിന്നീട് നടരാജൻ തൻ്റെ ജീവിതം നാരായണ ഗുരുവിന് വേണ്ടിയും ഗുരുവിൻ്റെ ദർശനം ലോക ജനതയ്ക്ക് ഉപകരിക്കണം എന്ന് മാത്രം കരുതി ജീവിക്കുകയും ചെയ്തു. അതിനായി വളരെയേറെ ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി, പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി, സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി. അവസാനം 1971 കണ്ണൂരുണ്ടായിരുന്ന നാരായണ ഗുരുകുലത്തിൽ വെച്ച് ലോകസമാധാനം ഏകാത്മകതാ ബോധം വഴി എന്ന പേരിൽ സമ്മേളന പരമ്പരകൾ നടത്തി. ആ പരമ്പരകൾ പിന്നെയും നടത്തണം എന്ന് തന്നെയായിരുന്നു ഗുരുവിൻ്റെ ആഗ്രഹം. എന്നാൽ നിയതി അതിനെ അനുവദിച്ചില്ല. അതിനുശേഷം തൻ്റെ ഗുരു എങ്ങനെയാണോ ആദിമവാസിൽ അത് മാത്രമായി തീർന്നത്, അതുപോലെ നടരാജ ഗുരുവും ആ ആദിമവാസിൽ തന്നെ അമർന്നു. നാം ഇന്നിരിക്കുന്ന ഈ ബ്രഹ്മവിദ്യാ മന്ദിരം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സമാധി മന്ദിരമാണ്. നടരാജ ഗുരുവിന് വളരെ ആഗ്രഹമായിരുന്നു നാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥാനത്ത് ബ്രഹ്മവിദ്യാ മന്ദിരം ഉണ്ടാകണമെന്നത്. എല്ലാ മതങ്ങളും ശാസ്ത്രങ്ങളും മനുഷ്യ പുരോഗതിക്ക് വേണ്ടി വന്നിട്ടുള്ള എല്ലാ ചിന്തകളെയും ഒന്നിച്ചിരുന്ന് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഒരു സങ്കേതമായി ബ്രഹ്മവിദ്യാ മന്ദിരം അവിടെ ഉയരണമെന്ന് നടരാജ ഗുരു ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് സാധ്യമായില്ല. അതിന്ന് സാധ്യമായിരിക്കുന്നത് നടരാജ ഗുരുവിൻ്റെ തന്നെ സമാധി സ്ഥാനത്താണ്. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നടരാജ ഗുരുവിനെക്കുറിച്ചും ലോകസമാധാനത്തെക്കുറിച്ചും സംസാരിക്കുവാൻ കഴിയുന്നത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല. നടരാജ ഗുരു കണ്ണൂർ എഴുമല നാരായണ ഗുരുകുലത്തിൽ ലോകസമാധാന സമ്മേളനം ഏകാത്മകതാ ബോധം വഴി എന്ന പേരിൽ സംഘടിപ്പിച്ചപ്പോൾ അതിനെ ആമുഖമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഉദ്ധരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഇന്നും വളരെ പ്രസക്തിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചുവടുകൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ചിലത് ഉദ്ധരിക്കുകയാണ്. ലോകസമാധാനത്തിനുള്ള മാർഗം ഏകാത്മകതാബോധം മാത്രമാണെന്നുള്ള സത്യം വെളിപ്പെടുത്താനായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന സമ്മേളന പരമ്പരയിൽ 5ാമത്തേതാണ് ഇത്. ഈ സമ്മേളനം നടത്തണമെന്നുള്ള ആശയത്തിൻ്റെ ആദ്യത്തെ വിത്ത് പാകിയത് ഇതേ കേരളക്കരയുടെ തെക്കേയറ്റത്ത് ഒരു നൂറ്റാണ്ടുകാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഋഷിയാണ് എന്നുകൂടി ഇവിടെ ഓർക്കാതെ വിട്ടുപോയാൽ അത് വലിയൊരു അപരാധമാകും. അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനായി ജീവിച്ച ആളായിരുന്നു. എന്നാൽ അദ്ദേഹം മോഹൻജദാരോ, ഹാരപ്പ എന്നിങ്ങനെയുള്ള അതിപുരാതനമായ സംസ്കാരങ്ങളുടെ കാലം മുതൽ ഭാരതത്തിൽ പരമ്പരയായി ജീവിച്ചു പോന്നിട്ടുള്ള ജ്ഞാനികളുടെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു എന്നതിന് ഒരു സംശയവുമില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞിരുന്ന ഈ കേരളക്കരയുടെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സഞ്ചരിച്ചു. ഈ നാടാകട്ടെ ഐക്യമില്ലായ്മയുടെയും അഭിപ്രായമില്ലായ്മയുടെയും കുപ്രസ്ഥിതിയിൽ ആർജിതമാണ്. അതിന് ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായ ഒക്കെ ഉള്ള കാരണങ്ങൾ ഉണ്ടാവാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ ഋഷി മറ്റാരുമല്ല, നാരായണ ഗുരു തന്നെ. ഗുരു ഈ നാടിനെ വളരെയധികം സ്നേഹിച്ചു. അതേസമയം മനുഷ്യരാശിയെ ഒന്നാകെയും സ്നേഹിച്ചു. മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെതൊപ്പം പരമമായ സത്യത്തിനോടും അദ്ദേഹം പ്രേമം പുലർത്തി. ആ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. ഇവിടെയും എവിടെയുമുള്ള എല്ലാ മനുഷ്യരുടെയും നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ പരമമായ സത്യം പുലരേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമുണ്ടെന്ന് അദ്ദേഹം പഠിപ്പിച്ചു.
എല്ലാ തരത്തിലുള്ള സ്വാഭാവിക താല്പര്യങ്ങളുടേതായ അതിർവരമ്പുകൾ മനുഷ്യനെ എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് പഠിപ്പിച്ചു. എല്ലാ തരമുള്ള സങ്കുചിതവും സ്വാഭാവികവുമായ മനോഭാവം എത്ര ദോഷം ചെയ്യുമെന്നും കണ്ടു. മതപരമായ യാഥാസ്ഥിതികതയുടെ അതിർവരമ്പുകളെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. മതങ്ങളുടെ പേരിലായാലും കൊള്ളാം, സാമൂഹികതയുടെ പേരിലായാലും കൊള്ളാം, ദേശാഭിമാനത്തിന്റെ പേരിലായാലും കൊള്ളാം, പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും കൊള്ളാം, എന്തിനേറെ സ്ത്രീ പുരുഷ ഭേദത്തിന്റെ പേരിലായാലും മനുഷ്യരെ സാപേക്ഷമായി വേർതിരിച്ച് നിർത്തുന്ന അതിർവരമ്പുകളെല്ലാം ഏകാത്മകതാ ബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന അറിവ് കൊണ്ട് ഇല്ലാതാക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാൻ സാധിക്കുമെന്ന് ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഏകാത്മകതാ ബോധം എന്നതുകൊണ്ട് ഞങ്ങളിവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യനെ മോചിതനാക്കി തീർക്കുന്ന പരമമായ സത്യം എന്നല്ലാതെ മറ്റൊന്നല്ല. ഈ പറഞ്ഞ പരമമായ സത്യം നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ചട്ടിയും കലവും വെവ്വേറെ കണ്ടറിയുന്നത് പോലെ മനസ്സിലാക്കാവുന്ന ഒന്നല്ല. സത്യം അറിയുവാനുള്ള തര മനുഷ്യനുള്ളത് അന്നവസ്ത്രാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതിനേക്കാൾ ഉന്നത തലത്തിൽപ്പെട്ടതാണ്. അത് നൽകുന്ന സംതൃപ്തി ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർന്നു പോകും. ഉദാരതയുടെ തുടക്കം സ്വന്തം വീട്ടിലാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നൊരു ചൊല്ലുണ്ടല്ലോ. സ്വന്തം മക്കൾക്ക് വേണ്ട ആഹാരവും വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കണം എന്നർത്ഥം. ഇരുമുഖങ്ങളെയും ഒരേ സമയം കണക്കിലെടുക്കുന്നതും വ്യക്തിയുടെ അഹംബോധത്തിന് വലിയ സ്ഥാനമൊന്നും ഇല്ലാത്തതുമായ മറ്റു ചില ചൊല്ലുകളുമുണ്ട്. അതിലൊന്ന് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. വാസ്തവത്തിൽ ഈ രണ്ടു തരം സമീപനങ്ങൾ തമ്മിൽ പൊരുത്തക്കേടില്ല. എല്ലാവരുടെയും നന്മ, പൊതുനന്മ എന്നീ രണ്ട് വശങ്ങളെ ചേർത്ത് വെച്ച് കാണുകയേ വേണ്ടൂ. എല്ലാവരുടെയും നന്മ പറയുമ്പോൾ കണക്കിലെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും താല്പര്യത്തെയാണ്. പൊതുനന്മ എന്ന് പറയുമ്പോഴാകട്ടെ വ്യക്തി താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ സമൂഹത്തിന് പൊതുവായി കൈവരുന്ന നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പറഞ്ഞ രണ്ടും മനുഷ്യന് കൈവരിക്കുന്ന നന്മയുടെ ഇരുമുഖങ്ങൾ മാത്രവും. ഇത്തരത്തിൽ കാണുമ്പോൾ മനുഷ്യ നന്മ എന്ന ഒരൊറ്റ സന്ദർഭത്തിൽ പെടുന്നത് എന്ന തരത്തിൽ ഇവ തമ്മിൽ പൊരുത്തക്കേടില്ലാതായി തീരും. ഈ സമീപന രീതിയാണ് ഞങ്ങൾ യോഗബുദ്ധി, ഡയലറ്റിക്കൽ മെത്തഡോളജി എന്ന് വിളിക്കുന്നത്. ഈ നിലപാടിനെ തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ സന്ദർഭത്തിൽ ഇതിന്റെ സംഘാടകർ ഏകാത്മകതാ ബോധം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഏകാത്മകതാ ബോധം എന്ന് വിളിക്കുന്ന ഈ സമീപന രീതി വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും നിലവിൽ വരുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന സംഭവങ്ങളാണ് യുദ്ധങ്ങൾ. ഓരോ യുദ്ധത്തിന്റെയും മുമ്പും പിമ്പും കടുത്ത അനീതികളും സർവനാശവും സംഭവിക്കും. ഇത്തരം സംഭവങ്ങൾ രൂപം കൊള്ളാനുള്ള സാധ്യത മനുഷ്യ മനസ്സിൽ അങ്കുരിക്കാൻ തുടങ്ങുമ്പോഴേ തന്നെ അവയെ മുളയിലെ നുള്ളിക്കളയുന്നതിന് സഹായിക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാണ് എന്ന സത്യം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ അതിനുള്ള പരിഹാരവും കണ്ടെത്തേണ്ടത് മനുഷ്യ മനസ്സിൽ തന്നെയാവണം. മനുഷ്യ മനസ്സിലാണ് സർവനാശശക്തിക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ നടമാടുന്നത്. ഈ നാശങ്ങൾ ചെറുതായും വലുതായതും ആകാം. അന്തരീക്ഷത്തിൽ പൊതുവായി ഉണ്ടാകുന്ന അസ്വസ്ഥത, സന്തോഷക്കുറവ്, വിശ്വാസമില്ലായ്മ, അന്യോന്യം സംശയിക്കൽ, ഇങ്ങനെയുള്ളതെല്ലാം മനുഷ്യന്റെ സന്തോഷത്തെ കെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടത് അറിവിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം. മനുഷ്യവംശത്തിന്റെ ഒരംശത്തെ കൊന്നൊടുക്കിക്കൊണ്ടല്ല. അങ്ങനെ കൊന്നൊടുക്കുന്നതിനെ ശത്രുനാശമെന്നോ വീരമൃത്യുവെന്നോ വിളിച്ച് സന്ദർഭത്തിന് ചേരുന്ന പടി ന്യായീകരിച്ചെന്നും വരാം. ഇതെല്ലാം നടരാജഗുരുവിന്റെ വാക്കുകളാണ്. ഇതുപോലെയുള്ള സമ്മേളനങ്ങളും ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളതായ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ സമ്മേളനത്തെയും കാണണം. എന്നിവിടെ നമ്മുടെ മുഖ്യ പ്രസംഗനായി എത്തിയിരിക്കുന്ന ജസ്റ്റിസ് ഉണ്ട്.
അദ്ദേഹം ഇതിനൊക്കെ നമുക്ക് മാർഗദർശകമായ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വായിച്ചതും അദ്ദേഹത്തിന് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം അധ്യക്ഷം വഹിക്കേണ്ടത് നമ്മുടെ ഗുരുവാണ്. ഗുരു താമസിയാതെ ഇവിടെ എത്തിച്ചേരും. ഗുരുവിന് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തെ ഇതിലേക്ക് ഉദ്ഘാടകനായി എത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ 2 ആഴ്ച മുമ്പാണ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു. എന്നെ പിന്നീട് വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ എന്നെ വിളിക്കുകയും ഞാൻ അന്നിവിടെ ഉണ്ടാകുമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ നോട്ടീസുമായി അദ്ദേഹത്തെ കാണുവാൻ പോയി. ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹമായിട്ട് വളരെയധികം നേരിട്ട് സംസാരിച്ചില്ല. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച് കാണും, നമസ്കാരം പറഞ്ഞ് പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവിടെ ചെന്നപ്പോൾ അരമണിക്കൂറോളം ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വളരെ സൗമ്യനും സാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇത്രമാത്രം അറിവും പരിചയവും എല്ലാമുള്ള സ്വാമി വളരെ വിനീതമായി വളരെ സമയം ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പം അങ്ങനെ വളരെ സ്നേഹവാനും വിനയവാനുമായ സ്വാമിജി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം അദ്ദേഹം നടത്തും. അദ്ദേഹത്തെ സ്വാമിജിയെ ഈ സമ്മേളനത്തേക്ക് എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ സ്വാഗതം ചെയ്യും. ഇനി ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മുടെ മുഖ്യ പ്രഭാഷകനായി എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കേരള സംസ്ഥാനത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് അദ്ദേഹം, അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അദ്ദേഹം ഇപ്പോൾ നാരായണ ഗുരുവിനെ പറ്റിയും നടരാജ ഗുരുവിനെ പറ്റിയും ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളെ പറ്റിയും എല്ലാം വളരെയധികം ഗഹനമായി പഠിക്കുകയും അതിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ അറിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൽ നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. ഒരു വാഗ്ദാനമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷകനായി അംഗീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരും. ഇനിയും ഈ സമ്മേളനത്തിൽ താല്പര്യമെടുത്തുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്വാഗതം ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. ഗുരുദർശനം ആഗോളതലത്തിൽ എത്തിക്കുക എന്നത് നടരാജ ഗുരുവിന്റെ ഒരു സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്വാമിജിയെ സാദരം ക്ഷണിക്കുന്നു.